സാംസ് 139, 6-7. സങ്കീർത്തനത്തിന് 139, 6-7. അത് വായിച്ച് നോക്കാം. 139 സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 6-7 ഇങ്ങനെയാണ് വായിക്കുന്നത്. 4 തൊട്ട് വായിക്കാം. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. എൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? അവിടെ നിർത്താം. ഇത് 139. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന. ഇതൊക്കെ ദൈവം നമ്മളെ അറിയുന്നു എന്നുള്ളത്. ഈ 139-ാം സങ്കീർത്തനം അമ്മമാർ, കുഞ്ഞുങ്ങളുണ്ടാകുന്ന അമ്മമാർ എപ്പോഴും എടുത്ത് ചൊല്ലുന്നത് നല്ലതാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 139. ഈ 139-ൻ്റെ 6-7 ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത്, നീ മുൻപും പിൻപും എന്നെ അടച്ചു. ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ എനിക്കിനി ഇടത്തോട്ടോ മുൻപോട്ടോ പുറകോട്ടോ പോകാൻ വയ്യാതെ അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ വന്ന പൊസിഷനാണ് നിൽക്കുക. ഇനിയും ഞാൻ കാണാത്ത ഒരു മണ്ഡലത്തിൽ നിന്ന്, അതായത് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ, കർത്താവ് ഇറങ്ങി വന്ന് എനിക്കൊരു പുതിയ വഴി തുറന്നില്ലെങ്കിൽ മൈ ലൈഫ് ഈസ് ഫിനിഷ്ഡ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, മക്കൾ പഠിച്ചു, നല്ല ജോലി കിട്ടി, പെട്ടെന്ന് അവരുടെ ജോലി അങ്ങ് പോയി. പിന്നെ അവർക്ക് വീടിന് മോർട്ട്ഗേജ് ഉണ്ട്, പിന്നെ കടബാധ്യതകളുണ്ട്, പിന്നെ പല ആവശ്യങ്ങളുണ്ട്, നിത്യമായ ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം നടത്താൻ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയും, അയ്യോ പൈസ ഇല്ല. നമ്മൾ ഈ നാട്ടിലാണ്, ഇവിടുന്ന് അയച്ച് പുറത്തോട്ട് അയക്കാൻ നമുക്ക് പാടാണ്, നമ്മൾ അയച്ചാൽ അത് ശരിയാകത്തില്ല. നമ്മളെന്ത് പറയും? ഒരു രക്ഷയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ, അതായത് മലയുടെ വക്കത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി മുമ്പോട്ടൊരു വഴിയില്ല. ഒന്നേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ, എടുത്ത് ചാടുക. വഴിയില്ലല്ലോ മുമ്പിൽ. അപ്പോൾ അവൻ്റെ ശാശ്വത ഭുജം നമ്മളെ ഒന്ന് പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടാക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ആ ഒരു സ്റ്റേജ് പലർക്കും ജീവിതത്തിൽ കടന്നത്. എത്ര പ്രാവശ്യം നമ്മൾ പോകുന്ന വഴി ഡിറ്റൂർ, അത് നമ്മൾ വഴി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പോയിക്കൊണ്ട് കുറച്ച് കഴിയുമ്പം അവിടെ ഒരു ബ്രിഡ്ജിന് വല്ല കേടാ, അപ്പം വഴി ഡിറ്റൂർ ഇടും, നമ്മൾ ഇച്ചിരി കൂടെ വേറെ വഴിയെടുത്ത് പോകും. അതുതന്നെയാണ് ജീവിതത്തിൽ. എല്ലാം അങ്ങ് നേരിട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ജീവിതം ഇല്ലെന്നേ. എല്ലാവർക്കും ഭാരമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രയാസം എന്ന് ചിന്തിക്കരുത്. അതിനൊരു പോക്ക് വഴി കണ്ടിട്ടുണ്ട്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത ഒരു പരീക്ഷണവും ദൈവം വെച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ സ്റ്റബേൺ ക്യാരക്ടർ കൊണ്ട് കർത്താവ് ഇങ്ങോട്ട് വന്നേച്ച് മുൻപും പിൻപും അങ്ങോട്ട് അടയ്ക്കും, ഇടതും വലതും അടിച്ചു. എന്നിട്ട് അവൻ്റെ കൈ നമ്മുടെ തലയിലോട്ടും വെച്ചു, ഇടതോട്ടും വലതോട്ടും നീങ്ങും. ശ്വാസം മുട്ടി പോകുന്ന പോലെ നമുക്ക് തോന്നിക്കുക ജീവിതത്തിൽ. അങ്ങനെയുള്ളവരില്ലേ? മക്കൾ അങ്ങനെ വിളിച്ചു പറയാറില്ലേ? ഉണ്ട്. അനുഭവത്തിൽ തന്നെയാണ് വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തന്നെ ദൈവത്തോട് തിരിച്ച്, എൻ്റെ ജീവിതത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം ഞാൻ പഠിച്ചത്. മുമ്പും പിൻപും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ്റെ കൈ വേറെ ആരുടെയും കൈ അല്ലെന്ന്. അയ്യോ പിശാചാണ്, കൂടോത്രം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഇതെനിക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ ഉന്നതമായിരിക്കുന്നു. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഈ ദൈവത്തിൻ്റെ കൈ എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതിനാൽ എനിക്ക് നൂർന്ന് നടക്കാൻ പോലും വയ്യ. പക്ഷെ ദൈവം അറിഞ്ഞുകൊണ്ടാണ്. നിന്നെ വിട്ടാൽ നീ അങ്ങ് പോകും. അപ്പോൾ പൗലോസിൻ്റെ കാര്യം, പൗലോസ് പോവുകയാണ്. ദൈവജനത്തെ നേർവഴിക്ക് നടക്കുന്നവരെ കൊല്ലാൻ വേണ്ടി പോവുക. അവരെ വലിച്ചഴിച്ച് അവരെ ന്യായാസനത്തിൽ കൊണ്ടുവന്ന് വിധിച്ച് ഈ ക്രിസ്തീയ സഭ ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പൗലോസ് പോവുക. പൗലോസിന് മുൻപും പിൻപും ദൈവം അടച്ചു. കർത്താവിൻ്റെ കൈ അവൻ്റെ തലമേൽ വെച്ചു. ദൈവം ഒരു ചോദ്യം ചോദിച്ചു, യേശു ഒരു ചോദ്യം ചോദിച്ചു, മുള്ളിനോട് നീ ഉതയ്ക്കുന്നത് എന്ത്? ആരാണ്? അയ്യോ ഇത് ആരാണെന്ന് ചോദിക്കുമ്പം നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് തിരിച്ചു പറയുന്നു. അതോടുകൂടി ആ പരിജ്ഞാനം, അതായത് ദൈവത്തിൻ്റെ കൈ പൗലോസിൻ്റെ മേൽ വീണപ്പോൾ പൗലോസിൻ്റെ കണ്ണന്ധമായിരുന്നു ആദ്യം. കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറക്കുന്നു, കർത്താവിനെ കണ്ടു. പിന്നെ ജീവിതത്തിൽ പൗലോസിന് വന്ന മാറ്റം നമുക്ക് വിശ്വസിക്കാൻ വയ്യാതെ. ലേഖനങ്ങളൊക്കെ ഒട്ടുമുക്കാലും എഴുതിയത് പൗലോസ് തന്നെയാണ്. മരിക്കുന്നതിന് മുൻപും നാളെ എക്സിക്യൂട്ട് ചെയ്യും,
നാളെ കഴുകി കയറ്റുമ്പോഴും തലേ ദിവസം ലേഖനം എഴുതിയ മനുഷ്യൻ. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ അത്യന്തം ഈ പരിജ്ഞാനം ആർക്കും മനസ്സിലാകും? ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? ആരാണ് നമ്മുടെ ദൈവം? 139 ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് അല്ലെ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ നീ ഞങ്ങളെ എങ്ങനെയാണ് നീ നമ്മളെ സൃഷ്ടിച്ചത്? ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടപ്പോഴും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരമ്മയുടെ ഒരു ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ മഹത്വവും അഗോചരമായ വിധത്തിൽ ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ല കുറവുണ്ടെങ്കിൽ ദൈവം പരിഹരിച്ചു തരും. കർത്താവ് സൃഷ്ടിക്കുന്നതിന് കുറവുണ്ടെന്ന് നമ്മൾ നോക്കേണ്ടെന്ന് അവനറിയാം. എന്താ ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവരും. മക്കൾ എവിടെയാണേലും ദൈവജ്ഞാനത്തിൽ നിറയ്ക്കും. അപ്പച്ചൻ്റെ കൈ അവരുടെ തലമേൽ വെച്ചിരിക്കുന്നു, അവരുടെ മുൻപും പിൻപും അടച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യന് മുൻപും പിൻപും അടച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ദൈവത്തിൻ്റെ ജനത, ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് വന്നിട്ട് ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മുൻപിൽ ചെങ്കടൽ, പുറകിൽ ശത്രു. അതായത് ഫറവോ വന്ന് പുറകിൽ നിൽക്കുകയാണ്. ഇടതും വലതും നീങ്ങാൻ വയ്യാത്ത പോലെ മല. എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യ. ഇവിടെ വെച്ച് എല്ലാവരും ചാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കാണാത്തതായ ഒരു വലിയ സംഗതി അവിടെ കണ്ടു. ദൈവത്തിൻ്റെ വൻകരം ഇറങ്ങി വന്നു. മോശയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? മോശയോട് പറയുന്നു, എൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുക എന്ന് പറയുന്നു. അപ്പം ഒരിക്കലും മുൻപിൽ വഴിയില്ലാതെ വരുമ്പോൾ നിൻ്റെ കയ്യിലെ വടിയെടുത്ത് നീട്ട്, ദൈവം പ്രവർത്തിക്കട്ടെ. വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് തുടങ്ങി. അവർ വെള്ളത്തിൽ കൂടെ പോകത്തില്ല. വെള്ളത്തിൽ കൂടെ പോകാൻ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ നിലം ഉണങ്ങിയ നിലം പോലെ ആയെന്ന വചനം പറയുന്നു. ഉണങ്ങിയ നിലത്തൂടെ അവർ പോകുമോ? അവർക്ക് ഭയമായിരുന്നു. അവർ ആടിനെ പോലെ, ആടുകൾക്ക് വെള്ളം കണ്ടാൽ പേടിയാണ്. പക്ഷെ ആടുകൾ നല്ല ശക്തിയുള്ള കുതിരയുടെ ശക്തിയിൽ പോയി എന്ന് വചനം പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവം അവർക്ക് ശക്തിയും ബലവും ഇട്ട് കൊടുത്തു. ഈ 2 തിമോത്തി 1:7 പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം തരുന്നത്, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും. അപ്പോൾ ആരിലെങ്കിലും സ്നേഹവും ശക്തിയും ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇടതും വലതും അടച്ച്, കർത്താവെ മുൻപും പിൻപും അടച്ച്, കർത്താവിൻ്റെ വലങ്കൈ അവരുടെ തലമേൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന ഞങ്ങൾ കാണുന്നു. ഈ അത്യന്തം ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഈ പരിജ്ഞാനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എവിടെ പോയി ഒളിക്കാനാണ്? എവിടെ പോയാലും നീ കണ്ടിരിക്കുകയാണ്. ഇവരെ എത്രയോ മഹത്തരമായിട്ട് നീ സൃഷ്ടിച്ച സൃഷ്ടിയാണ്. കുശവൻ്റെ കയ്യിലെ പാത്രമാണ്. ഇവരെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് ഇവരെ മാനപാത്രമാക്കി, നിനക്ക് യോഗ്യമുള്ള പാത്രമാക്കി, നിനക്ക് മഹത്വം കൊടുക്കുന്ന പാത്രമാക്കി മാറ്റിയെടുക്കണമേ. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥന വെർബലൈസ് ചെയ്യുന്നത് വലിയ പവറാണ്. എന്താ എന്നോട് കൽപ്പിക്കുകയെന്ന് യേശു പറയുന്നുണ്ടല്ലോ. ദൈവം പറയുന്നു യെശയ്യാവിൽ, എന്നോട് കൽപ്പിക്കുന്നീ എന്താ വേണം? താവെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചാകട്ടെ, കുടുംബങ്ങൾ ഒന്നിച്ചാകട്ടെ, മാറി നിൽക്കുന്നവരടുത്ത് വരട്ടെ, പണമില്ലാത്തവർക്ക് പണം കൊടുക്കപ്പച്ച, മാനസിക ബുദ്ധിയില്ലാഞ്ഞിട്ട് വെപ്രാളപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ശാന്തത ഇട്ട് കൊടുക്കുക, വിവാഹം നടക്കാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിവാഹമേ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് നിൻ്റെ ഇഷ്ടം ഇട്ട് കൊടുക്കപ്പച്ച, കല്യാണം കഴിക്കാതെ അവരുടെ കവനൻ പാർട്ട്നേഴ്സ്, അതായത് ദൈവം എല്ലാത്തിനും ഒരു തുണയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ ഇണ എവിടെ? ഇരുട്ടത്തിലിരിക്കുന്ന ആ ഇണ ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തോട്ട് കടന്നു വരട്ടെ പറയുക. ദൈവസ്ഥ സംഭവിപ്പിക്കാൻ പോവുക. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതെൻ്റെ മുമ്പിൽ കർത്താവ് അസാധ്യമായിട്ടൊന്നുമില്ലടുത്ത് പറയുന്നുണ്ട്. ബാക്കി 139 വായിക്കണം. 139:8 ഇപ്പം വായിക്കുന്നത്. തിരുസന്നിധി വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്ത അവിടെയും നിൻ്റെ കൈ, എൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ എന്ന്, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല. ഇരുട്ടത്ത് പോലും കാണുന്ന ഒരു ദൈവം രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. പോരെ, എത്ര മനോഹരനായൊരു ദൈവം. ഇത് 139 മാത്രം വായിച്ചാൽ മതി, വേറൊന്നും വായിക്കേണ്ട. കർത്താവിൻ്റെ മഹത്വം. ദൈവം തേജസ്സോടെ ഇറങ്ങി വന്നിരിക്കുക. കർത്താവ് നമ്മളെ നടത്താൻ മതിയായവനാണ്. വചനങ്ങൾ ഒരു പ്രാവശ്യം 7 പ്രാവശ്യം 8 പ്രാവശ്യം 20 പ്രാവശ്യം
ഒരേ വചനം വായിച്ച് നോക്കണം. ശക്തിയുണ്ട്. കർത്താവേ, ഇതിനൊരു കൃപ വേണം. വചനം ഉറക്കെ വായിക്കാൻ, വചനമെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് 139 അവസാനത്തെ 23, 24 ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. നമ്മൾ ശോധന ചെയ്യാണ്. എന്നെ നീ ഒന്ന് ശോധന ചെയ്യണം. കാരണം എനിക്ക് എൻ്റെ കുറവ് അറിയാനൊക്കത്തില്ല. നമുക്കെപ്പോഴും നമ്മുടെ കുറവ് കണ്ടുപിടിക്കാൻ പാടാം. എൻ്റെ ചിന്തകളെ നീ ഒന്ന് നോക്ക്. എന്താണ് ഞാനിങ്ങനെ വ്യസനിച്ച് നടക്കുന്നത്? നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് എന്തിനാണ് എൻ്റെ മുഖം വാടിയിരിക്കുന്നത്? അപ്പം ഞാൻ മാറിപ്പോയോ? ഒരിക്കലും മാറത്തില്ലെന്ന്, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ലെന്ന് ദൈവം വാഗ്ദത്തം. പിന്നെന്താ? അപ്പം ചെറിയതായിട്ടുള്ള നുണയാണത്. അത് വലുതായി മാറും. കുറച്ച് അടിച്ച് അതിനെ ഇറക്കിയിട്ട്, കർത്താവേ, ഞാൻ നിനക്കുള്ളത്, നീ എന്നെ നടത്താൻ മതിയായവ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എൻ്റെ മുൻപും പിൻപും അടച്ചു നിൻ്റെ കയ്യെ എൻ്റെ തലമേൽ വെച്ചിരിക്കുന്നു. ഇത് എനിക്ക് മനസ്സിലാകാത്ത സത്യമാണ്. ഇതെത്രയോ മഹത്വവും അഗോചരവുമായ കാര്യമാണ്. പക്ഷെ നിന്നെ വിട്ട് ഒളിച്ച് ഞാൻ എങ്ങോട്ട് പോകാൻ ഒക്കുക? പക്ഷെ ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെ നീയുണ്ട്, ഭൂമിയിലാണ് നീ അവിടെയുണ്ട്, പാതാളത്തിൽ പോയി അവിടെ നീയുണ്ട്. പിന്നെ ഞാൻ എങ്ങോട്ട് പോകണം? ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിലുണ്ടായപ്പോൾ തന്നെ നീ ഞങ്ങളെക്കുറിച്ച് കണ്ടതാണ്. ഇത്ര മഹത്വവും അഗോചരവുമായിട്ടാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. എൻ്റെ വചനം പറയുന്നത്, എന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് എൻ്റെ ഹൃദയത്തെ നീ അറിയണം. എന്നെ പരീക്ഷിച്ചിട്ട് എൻ്റെ നിലവുകളെ നീ ഒന്ന് ശോധന ചെയ്താണ്. വ്യസനത്തിനുള്ള മാർഗം വല്ലതും ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ശാശ്വതമായ മാർഗങ്ങൾ നീ എന്നെ നടത്തണം. അതിനത് ചെയ്തേ പറ്റൂ കർത്താവേ. എൻ്റെ ആത്മാവല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ആശ്രയമില്ല. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്നാട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. ദൈവശക്തി ഒന്നൊന്നായിട്ട് വീഴട്ടെ. കർത്താവിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കൃപയിൽ പൊതിഞ്ഞാട്ട്. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും നിൻ്റെ ചിറകിൻ്റെ മുള്ളിൽ നീ എടുത്തുകൊണ്ടുപോയി ഉത്തരം തരിക്കാൻ അഭിഷൻ ദൂതഗണങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണ ലിപികളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടുപോയി ഉത്തരം തരുവാൻ സ്വർഗത്തിൽ നിന്ന് മനസ്സലിവ് തോന്നിയതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയോട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. സകലതും നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.